ഇപ്പോ പരമ്പര സിനിമകളുടെ കാലമാണല്ലോ. വാഴ 1ന്റെ വലിയ വിജയത്തിന് ശേഷം വാഴ 2-നുള്ള കാത്തിരിപ്പായിരുന്നു. ഇന്ന് ഏപ്രിൽ 2 വാഴ 2 റിലീസാണ്. എങ്ങനെയുണ്ട്? ആദ്യം വാഴ 4 കോടി ചെലവിൽ വന്ന വാഴ 40 കോടിയാണ് ലോകം മുഴുവനുമായിട്ട് കളക്ട് ചെയ്തത്. അതേ ഒരു ഫീല് തന്നെയാണോ ഇത്തവണയും നിലനിർത്തുന്നത്? നവാഗത സംവിധായകനായ സവൻ എസ് ആണ് സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ആദ്യത്തെ സിനിമയിൽ ചെയ്ത് ബിപിൻ ദാസ് തന്നെയാണ് തിരക്കഥയും സംഭാഷണവും എഴുതിയിരിക്കുന്നത്. അപ്പം സിനിമ എങ്ങനെയുണ്ട്? പ്രേക്ഷകരെ കയ്യിലെടുത്തോ? യങ്സ്റ്റേഴ്സിന്റെ ഒരു പൾസ് മനസ്സിലാക്കി തന്നെയാണോ വന്നിരിക്കുന്നതെന്ന് നമുക്ക് ചോദിച്ചറിയാം. വാഴ 2 എങ്ങനെയുണ്ട്? നല്ല പടം, കിടിലം പടം. നല്ല നല്ല ഫീല് കിട്ടുന്ന ഒരു ഇമോഷണലും കോമഡി എല്ലാം ഒരുമിച്ച് കാത്തിരുന്ന ഒരു പടമായിരുന്നു. അങ്ങനെ തന്നെ അതിന്റെ ഇമ്പാക്ട് വന്നിട്ടുണ്ട്. തീർച്ചയായും ഹാഷിറും ടീമും തൂക്കി. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡി ഇതായിരുന്നു. സെക്കൻഡ് ഹാഫ് മുതൽ ഫുള്ള് ഇമോഷൻ. ലാസ്റ്റ് ആകുമ്പോ ഒന്നും പറയാനില്ല. കേറിന് പടം നല്ല അടിപൊളി. ലാസ്റ്റ് സെക്കൻഡ് ഹാഫ് എല്ലാം ഉള്ളിൽ നല്ല എന്തെല്ലോ കേറി എന്തെല്ലോ ആയി. ഹാഷിറിനെ കാണുമായിരുന്നു മുമ്പ് തന്നെ. ഇപ്പൊ നമ്മള് യൂട്യൂബേഴ്സ് അങ്ങനെ ഒരു ഫാൻ ബേസ് ഓൾറെഡി ആൾക്കുണ്ട്. ഈ പുതിയ സിനിമയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ പ്രതീക്ഷ? വാഴ 1 പോലെയല്ല, ഇത് വേറെ തന്നെ ഒരു ഇത് തന്നെയാണ്. വാഴ 1-നെക്കാട്ടി ഇമ്പാക്ട് ഉണ്ടാക്കി ഈ പടം നല്ല വൃത്തിക്ക്. പിന്നെ ആ കരയുന്നതും നല്ല ആദ്യമായിട്ടാണ് ഒരു സിനിമ കണ്ടിട്ട് കരയുന്നത്. ചെറിയ പിള്ളേരുടെ കിട്ടുന്ന ഒരു ഇമ്പാക്ട് ഇതാണ്. അവര് സിനിമ കണ്ട് കരഞ്ഞു എന്നാണ് പറയുന്നത്. ചിരിക്കാനായിരുന്നു വന്നതല്ലേ? ശരിക്കും വാഴ കണ്ടത് ചിരിക്കാനാണ്? അതെ, ചിരിക്കാനാണ്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ചിരിക്കാൻ തന്നെയാണ്. പക്ഷെ അത് ഒരു ഇമോഷണലാണെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. സെക്കൻഡ് ഹാഫ് ഫുള്ള് ഇമോഷണലാണ്. ആദ്യമായിട്ടൊന്ന് സിനിമ കണ്ടിട്ട് കരയുന്നു. നമ്മള് എപ്പോഴും പറയാറുണ്ട്, ഒരു സിനിമ വന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട് അതിന്റെ 2ാം ഭാഗം വരുമ്പോ അത്രക്കങ്ങ് എത്തിയില്ല. പക്ഷെ ഇത് വാഴ 1-നെക്കാട്ടി കടത്തി. ഒരുപാട് സന്തോഷം. അൽജിത്ത് എവിടുന്നാ വരുന്നത്? അന്നൂര്. ഓക്കെ, അപ്പൊ അടിപൊളി പടം, നല്ല പടം, നല്ല സിനിമ, ബെസ്റ്റ് മൂവി. കിട്ടില്ല പടം. പ്രതീക്ഷ ആശിറും ടീമും കലക്കുന്ന പ്രതീക്ഷ. വാഴ 1 പോലെ തന്നെ വാഴ 2 നല്ല പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് കാണാൻ വന്നത്. ഫസ്റ്റ് ഷോയ്ക്ക് കയറാൻ പറ്റിയില്ല, സെക്കൻഡ് ഷോയ്ക്ക് കയറുന്നു. ടിക്കറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് സെക്കൻഡ് ഷോയ്ക്ക് കയറി പറ്റുന്നു. പടം തൂക്കി. പ്രതീക്ഷക്കൊത്ത് ഉയർന്നു സത്യം. അപ്പൊ നിങ്ങളുടെ ഒരു ഏജ് ഗ്രൂപ്പ് തന്നെയുള്ള, അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങൾ തന്നെ സ്ക്രീനിൽ കാണുന്ന പോലെ ഉണ്ടോ? ഏകദേശം ഉണ്ട്. എങ്ങനെയായിരുന്നു? ഒരു കോമഡി പടമാണ് ശരിക്കും. എല്ലാം ഉണ്ട്. ഒരു കംപ്ലീറ്റ് സിനിമ. ഇതുപോലുള്ള സിനിമയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ? ഓക്കെ, താങ്ക് യു.